Hello. Okay. എന്താ? What? ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സൺഡേ ഫ്രീ ഉള്ള ദിവസമാണ്. വീട്ടിൽ നിന്ന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എപ്പോഴത്തെ പോലെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഐ തോട്ട് ഓഫ് വ്ളോഗിങ്. എന്തുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ബിരിയാണിയാണെന്നൊന്നും എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് ഇങ്ങനെ കാണുന്തോറും അങ്ങനെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പ്ലസ് ഒരു ചോക്ലേറ്റ് കേക്ക്. കുറേ ഞാൻ വിചാരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് ആക്കണമെന്ന്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ എക്സ്പ്ലോറിലും യൂട്യൂബിൽ എല്ലാത്തിലും വരുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പം എനിക്കിത് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയിട്ട് പറ്റുന്നു. കുറേ ദിവസം എടുക്കണം വിചാരിക്കുന്നുള്ള, പക്ഷേ അതിനുള്ള സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാം. പക്ഷെ ആ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വ്ളോഗിൽ ഇടൂല. കാരണം എന്താ വെച്ചെങ്കിൽ വ്ളോഗ് നല്ലോണം വലുതായി പോവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ ഈ ബിരിയാണീൻ്റെത് മാത്രം ഇടും. ഷോർട്സിലായിരിക്കും ഞാൻ എൻ്റെ ചോക്ലേറ്റ് കേക്ക് അപ്ലോഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ചോക്ലേറ്റ് കേക്ക് തുടങ്ങണം എത്രയാണ്, അത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഷോർട്സിൽ കാണും, ഓറൽസ് കാണൂല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫാൻസി ആയിട്ടൊന്നും അല്ല എടുത്ത് വെച്ചിട്ടുള്ള, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. കുറച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു പണി ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാൻ എങ്ങനെ നിങ്ങൾക്കിത് കാണിച്ചു തരും ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. മറ്റേ ഫാൻസി ആയിട്ടുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അറിയില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ മണം. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗൈസ്, സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ എടുത്തു വീഡിയോ. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. ഇനി എന്താ, ഇനി നമുക്ക് വേണം മുളക് പൊടി. മുളകും അതെ കേട്ടോ, എനിക്ക് അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് മുളക്. എനിക്കിങ്ങനെ ഭയങ്കര സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. ഇനി മാഗി ക്യൂബ്സ് ഒന്ന് മതി കേട്ടോ, നല്ലോണമൊന്നും വേണ്ടേ. ഒരു മാഗി ക്യൂബ്. അപ്പോൾ നമുക്ക് ഒരു മാഗി ക്യൂബ് ഇടാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് ഭയങ്കര ഉറപ്പായിട്ടുണ്ട്, പിന്നെ മെൽറ്റ് ആയിക്കോളും. അതെങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കേട് വയ്ക്കാം, ഓറൽസ് ലെമൺ സ്ക്വീസ് ചെയ്തിട്ടിടാം. അപ്പോൾ ഞാൻ കുറച്ച് ലെമൺ ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സംശയമല്ല, വെള്ളം കൂടിപ്പോയി. മസാല പിടിപ്പിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പണി വരുമ്പോൾ, ഇനിയുള്ള പണിയാണ് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്തത്, ഉള്ളി മുറിക്കുക. ഗൈസ്, ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് മുറിച്ചിട്ട് വരാം. ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇത്ര സാധനം നമുക്ക് മുറിച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ പുറത്ത് ഭയങ്കര മഴയിലായതുകൊണ്ട് മഴേൻ്റെ സൗണ്ടും പിന്നെ ലൈറ്റിനെ കുറിച്ച് ഇതുള്ളതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഉള്ളിലോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളി മുറിച്ചിട്ട് കണ്ണ് നല്ലോണം കത്തുന്നതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഇനി നമുക്ക് അരി വേവിക്കാൻ വെക്കാം. ഗൈസ്, ഞാനിത് ഈ ഒരു ടൈപ്പ് അരിയാണ് എടുക്കുന്നുള്ള, മറ്റേ നീളത്തിലുള്ള അരിയല്ലേ, ആ അരിയാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1 കപ്പ് ഓഫ് റൈസ് ആണ് എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി ഒരു 20 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഫ്രൈഡ് ഓണിയൻ ചെയ്യാനുള്ള ഉള്ളി ഞാൻ ഇപ്പോൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം.
മസാല ഉണ്ടാക്കുന്നതാണ്. നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് ഓയിൽ ഇടാൻ വേണ്ടി പോകുന്നില്ല. നമ്മളിവിടെ ഉള്ളി, തക്കാളി, പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഓയിൽ കുറച്ച് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, ഇതെല്ലാം കൂടി ഗൈസ്. അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ബിരിയാണി കഴിക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ ബിരിയാണി ഗൈസ്. ഗൈസ്, ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തട്ടിക്കൂട്ട് തന്നെ പണി എടുത്തിട്ടുണ്ട്. ബട്ട് എന്തെല്ലോ ആക്കിയിട്ട് നല്ലതാണ്. ടേസ്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് ഇത് മൊത്തം കഴിക്കട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.